ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കല്ലേ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പൊ സന്ദീപ് വാര്യരെയൊക്കെ പോലെയുള്ള നേതാക്കളെ പാർട്ടിയിൽ നിർത്തേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി, ഞാൻ ഹിസ്റ്ററിനെ പറ്റി അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഞാൻ ഫ്യൂച്ചറോളജിന്റെ സ്റ്റുഡൻ്റ് ആണ്. നാട്ടുകാരും കണ്ടില്ല. ഞാൻ ഞങ്ങളുടെ ദൗത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്ത് നടന്നു, എപ്പോ നടന്നു, ആര് ചെയ്തു, എന്ത് ചെയ്തു, അതിൽ എനിക്ക് ടൈമില്ല. അതിൽ ഞാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. മീഡിയ ഓഡിറ്റിംഗ് നടക്കുമല്ലോ, ഇതിനൊക്കെ താങ്കൾ ഇതിന് അഭിപ്രായം പറയുന്നുണ്ടോ? അതല്ല ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം മതി, താങ്കളുടെ ഫോക്കസ് വേറെയാണ് എന്ന രീതിയിലായിരിക്കുമോ പ്രവർത്തനം? നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ, ഞാൻ പേടിച്ച്. ശശി സാറ് പേടിപ്പിക്കുന്നു, പേടിച്ചേ. അല്ലല്ല, പാർട്ടിയിൽ എത്രയോ നേതാക്കന്മാരില്ലേ? അപ്പോൾ അത് പാർട്ടിയുടെ നേതാക്കന്മാർ ഏതാ ഇഷ്യൂ, ആരാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്, അവർ റെസ്പോണ്ട് ചെയ്യും. ചിലത് ഞാൻ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ എല്ലാത്തിലും ഞാൻ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ BJP പ്രസിഡന്റ് മാത്രം എല്ലാം പറയും, പ്രസിഡന്റ് മാത്രം എല്ലാം തീരുമാനിക്കും, അങ്ങനത്തെ ഒരു സംവിധാനമല്ല ഞങ്ങളുടെ പാർട്ടി. പൊതുവെ ഉള്ള ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാണ്. രാജീവ് ചന്ദ്രശേഖർ, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ്. അത് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ അതിന്റെ ഇമ്പാക്ട് നമ്മൾ കണ്ടു. പക്ഷേ ആ വോട്ട് ബാങ്കിനെ അതാത് കൃത്യമായി BJPയോട് അടുപ്പിച്ചു നിർത്താൻ താങ്കൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. ഞാനൊരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വോട്ട് ബാങ്ക്, ഞങ്ങളുടെ പാർട്ടി അങ്ങനെ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യാറില്ല. കീഴടങ്ങി കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത്. സമുദായത്തിന് വേണ്ടിയിട്ടല്ല പണി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വോട്ട് ബാങ്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ ഒരു താല്പര്യമില്ല.